5 മിനിറ്റ് എന്ന് പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് എത്തുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അത് നുണയാണ്. ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് ജോലിക്കാരെ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് എത്തി. എന്ത് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 5 മിനിറ്റ്? 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യമാണ് 5 മിനിറ്റ്. അതിന്റെ 1 സെക്കൻഡ് നിങ്ങൾക്ക് ഏറെ വരും. പറഞ്ഞോ എനിക്ക് 6 മിനിറ്റ് എടുക്കും എത്താൻ, ഇല്ലേ 10 മിനിറ്റ് 15 മിനിറ്റ് കൃത്യമായി പറഞ്ഞേക്കണം. അല്ലാത്തത് നുണയാണ്. ഈ നുണ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നൊരു വിഷയമാണ്. ഡെയിലി ജീവിതത്തിൽ നുണ അങ്ങനെ പറയാ. എവിടെ ഉള്ളത്? ഞാനിപ്പോ കിടക്കുന്നത് കർണാടകയിലാണ്. ഇവിടെ ഓൻ കിടക്കുന്നത് തലശ്ശേരിയിലാണ്. പറയാ കർണാടകയിൽ അപ്പൊ എത്താൻ പറ്റൂല, നാളെ വരുള്ളൂ. നുണ പറയില്ല. നാളെ ചെയ്തു തരാമെന്ന് നീ പറയുന്നുണ്ടെങ്കിൽ, നാളെ നിന്റെ ചങ്കിൽ റൂഹുണ്ടെങ്കിൽ എത്താൻ പറ്റുന്ന വിഷയത്തിന് പറഞ്ഞാ മതി. നാളെ മിൻ ഗദിൻ വ ബഅദ ഗദിൻ, നാളെ ശരിയാക്കി തരാം, നാളെ മറ്റന്നാൾ എന്ന വാക്കുകൊണ്ട് എത്രയോ ആളുകൾക്ക് നാശം വരുന്നുണ്ടെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജോലിയും കൂലിപ്പണിയും ചെയ്യുന്ന മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, ഇത് കേൾക്കണം. എഞ്ചിനീയർ പറയാ നമ്മളിതാ ഈ പണി 2 മാസം കൊണ്ട് തീർക്കുന്നു. ഇവിടെ ഇവർക്ക് 8 മാസം വേണം, എന്നാ 8 മാസം എന്ന് പറയും. അതൊക്കെ പറഞ്ഞ എത്ര സമാധാനമാണ്. ഇങ്ങനെ കൃത്യത. നമ്മളൊരു 10 മണിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ 10 തന്നെ നമ്മുടെ സമൂഹം അത് പഠിക്കണം. സമയം ഭയങ്കര വിലപ്പെട്ടതാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞ 1 മിനിറ്റ് വൈകിക്കൂടാ. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷുകാരൊന്നും യൂറോപ്യന്മാരൊന്നും പഠിച്ചെടുക്കരുത്. നമ്മൾ പഠിക്കേണ്ട വിഷയം. നമ്മളിരുന്ന് അവര് പഠിച്ചതാ ഇതൊക്കെ. സമയത്തിൽ നമുക്ക് ഒരു വാല്യൂ. 5 മിനിറ്റ് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1/2 മണിക്കൂറാ. എത്ര ആളുണ്ടങ്ങനെ? 1/2 മണിക്കൂർ എടുക്കേണ്ട സമയത്തും പറഞ്ഞ 10 മിനിറ്റ് കൊണ്ട് എത്തി. എന്താ ഈ 10 മിനിറ്റിന്റെ അർത്ഥം? ഇത് ചിന്തിക്കാതെ പറയുന്നത് നുണയാണ്. ഇത് ബോധത്തോടുകൂടെ പറയുന്നത് പച്ച കള്ളമാണ്. അള്ളാന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെക്കും. അപ്പൊ എത്ര കുറ്റ ഒരു ദിവസം നിങ്ങൾ ഉണ്ടാക്കുന്നത്? ചെയ്തു തീർക്കാൻ കഴിയുന്ന പണികൾ. അപ്പൊ പറയും പണി കിട്ടൂലല്ലോ, ഇത് നാളെ കിട്ടൂല, മറ്റന്നാന്ന് പറഞ്ഞ് വേറെ കസ്റ്റമർക്ക് പോകൂലേ. നിന്റെ റാസിഖ് അല്ലാഹു ആണെന്ന വിശ്വാസം നിനക്കുണ്ടോ? നിങ്ങൾക്ക് എന്ത് കിട്ടണം കിട്ടരുതെന്ന് തീരുമാനിച്ചത് എന്റെ റബ്ബാണ്. ഇത് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ എന്തിനാ കസ്റ്റമർ പോകുന്നത് പേടിക്കുന്നത്? നിനക്കുള്ള കസ്റ്റമർ അല്ലാഹു കൊണ്ടുതരില്ലേ? നമ്മൾ പറയുന്ന കാരണം അതാ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പണി കിട്ടും. കിട്ടും, നിനക്ക് പണി കിട്ടും. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസമുണ്ടോ? അള്ളാഹുവിന് വേണ്ടി നീ ജീവിച്ചിട്ടുണ്ടോ? നിനക്ക് കിട്ടും. നീ പേടിക്കല്ല. നിന്റെ പേടിയാണ് അവിടെ പിശാച്. പേടിക്കല്ല. സത്യസന്ധരായിട്ട് ജീവിക്കും. സത്യസന്ധരായ കച്ചവടക്കാർ, സത്യസന്ധരായ കൂലിപ്പണിക്കാർ. നാളെ മറ്റന്നാൾ എന്ന് പറഞ്ഞ് പഴപ്പിക്കല്ല, മനുഷ്യന്മാരെ സ്വീപ്പാക്കല്ല. കൃത്യമായ സമയം, കൃത്യമായ ദിവസം, എണ്ണം കൃത്യമാവണം. അതുകൊണ്ട് മുഅ്മിനെ, അള്ളാഹുവിന്റെ അടുത്ത് ശാപം വാങ്ങുന്ന കച്ചവടക്കാരാവല്ലിൻ, ശാപം വാങ്ങുന്ന കൂലിപ്പണിക്കാരാവല്ലിൻ. ലാ യഹില്ലു ലിഅഹദിൻ, ഹദീസാണ് ഇമാം ഹാക്കിം തങ്ങൾ മുസ്തദറക്കിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസ്, സ്വഹീഹുൽ ഇസ്നാദായ ഹദീസാണ്. ലാ യഹില്ലു ലിഅഹദിൻ യബീഉ ബൈഅൻ ഇല്ലാ അൻ യുബയ്യിന ആഫതഹു. ഒരു മോശപ്പെട്ട സാധനം വിൽക്കുകയാണെങ്കിൽ അതിന്റെ കുഴപ്പം പറയാതെ വിൽക്കുന്നത് ഹറാമാണ്. കുഴപ്പം എന്താണെന്ന് അറിയുന്ന ആള് ആ കുഴപ്പം വിശദീകരിച്ചു കൊടുക്കാതെ വിൽക്കലും നിങ്ങൾക്ക് ഹറാമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കച്ചവടക്കാർ ശ്രദ്ധിക്കുക. മൊബൈൽ ഫോൺ സെക്കൻഡ് ഹാൻഡ് വിൽക്കുകയാണ്, പറഞ്ഞേക്കണം സഹോദര, പറഞ്ഞു കൊടുത്തേക്കണം. കുഴപ്പമുള്ളതൊക്കെ. ഇത് ഇടയ്ക്ക് ഹാങ് ആവും, ഇതിന്റെ സൗണ്ട് ഇടയ്ക്ക് പീന്ന് പറഞ്ഞിട്ട് ചെവി പൊളിയും. ഇങ്ങനൊക്കെ കുഴപ്പമുണ്ടോ ആ ഫോണിന്? ഇത് പറഞ്ഞിട്ട് വിറ്റാ മതി. ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അവറുകള് മരക്കച്ചവടം തുടങ്ങി പൊളിഞ്ഞില്ലേ? ചെറിയ ഓട്ട കാണുമ്പോൾ കസ്റ്റമറോട് പറയാ, ഒരു ഓട്ട കാണുന്നുണ്ടോ സെന്ററിൽ, ചിലപ്പോ ഉള്ളിക്ക് വലിയ ഓട്ടയായിരിക്കും. ടിമ്പർ കച്ചവടം പൊളിഞ്ഞു, പക്ഷെ അള്ളാന്റെ അടുത്ത് പൊളിഞ്ഞോ? ഇല്ല, അള്ളാന്റെ അടുത്ത് പോലും കിട്ടി. അള്ളാഹു അത് സ്വീകരിച്ചു, പൊരുത്തപ്പെട്ടു. എത്ര ഇസ്സത്തിലാ ജീവിച്ചത് മഹാനവറുകൾ. അള്ളാഹു അവരൊക്കെ നേതൃത്വം നൽകിയ മഹാനായ മഹത്തുക്കളായ ശംസുൽ ഉലമയും മഹാനായ കണ്ണിയത്ത് ഉസ്താദും മഹത്തുക്കളായ ഒരുപാട് ഉലമാ അവരൊക്കെ നീങ്ങിയ ആ പാതയിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ മരണം വരെ നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് തരട്ടെ. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയെ ജീവിപ്പിച്ച ഈ മഹാപ്രസ്ഥാനത്തെ അല്ലാഹു ലോകത്തിന് അനുഗ്രഹമായി ഖിയാമം വരെ ഇവിടെ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കച്ചവടം ചെയ്തതാ, ഉള്ളിലെ സർവ്വ കുഴപ്പം പറഞ്ഞു കൊടുത്തു. എന്തേ കാരണം എന്നറിയോ? ഈ ഹദീസാണ്. എന്തെങ്കിലും കുഴപ്പമുള്ള സാധനം വിൽക്കുമ്പോൾ അതിന്റെ കുഴപ്പം എന്താണെന്ന് വിശദീകരിക്കാതെ കസ്റ്റമർക്ക് കച്ചവടം ചെയ്യല്ല.
മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ല അങ്ങനത്തെ കച്ചവടക്കാരുണ്ടോ ഇവിടെ ഇൻഷാ അല്ലാഹ് റഹ്മത്തിന്റെ മഴ ലഭിക്കും. നമ്മുടെ ഭൂമിയിൽ വെള്ളം വച്ചൂല, നമ്മുടെ കൃഷികൾ നശിക്കൂല, നമ്മുടെ നാട്ടിൽ റഹ്മത്ത് വരും. മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ല ഫ്ലാറ്റുകൾ വാടക കൊടുത്തിരുന്ന മഹാന ആലിമായിരുന്നു. പക്ഷേ ചില ഫ്ലാറ്റിന്റെ വില 5 ദീനാർ 5 ദിർഹം, ചിലതിന്റെ വില 10 ദിർഹം, അത്രേ ഉള്ളൂ. 5, 10 ഇങ്ങനെ 5ന്റെയും 10ന്റെയും ഫ്ലാറ്റുകൾ വാടകക്കുണ്ട്. ഒരു അറാബി വന്നു 5ന്റെ വാടകക്കുള്ള ഒരു ഫ്ലാറ്റ് 10 ദിർഹം കൊടുത്തെടുത്തു. ബഹുമാനപ്പെട്ടവരുടെ മകനാ കച്ചവടത്തിയിരുന്നത്. വിഷയം അറിഞ്ഞു. പടച്ചോനെ, 10 ദിർഹം കൊടുത്ത് വാങ്ങിയത് 5ന്റേതാണല്ലോ. നമ്മളൊക്കെ എന്താ പറയാ, അല്ലാഹ് ഗോളടിച്ചു, ഇന്ന് നല്ല ലാഭം, ഇന്ന് വേണേ ഇപ്പൊ പൂട്ടിപ്പോയാലും കുഴപ്പമില്ല, ലാഭം കിട്ടിപ്പോയി. മുഹമ്മദ് ബിൻ മുൻകദിർ റഹിമഹുല്ലാഹ് നേരം വൈകുന്നേരമാകുന്നവരെ അറാബിയെ തെരഞ്ഞു നടന്നു. ആരാണിത് വാങ്ങിച്ച ആൾ? അറാബിയെ കണ്ടുപിടിച്ചതിന് പറഞ്ഞു, എനിക്ക് 5ന്റെയും 10ന്റെയും ഫ്ലാറ്റുകൾ ഉള്ളതിൽ 5ന്റെ ഫ്ലാറ്റ് നിങ്ങൾ 10 കൊടുത്തിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് 3 ഓപ്ഷൻ ഞാൻ തരാം. ഒന്നുകിൽ നിങ്ങൾ 10ന്റെ ഫ്ലാറ്റ് എടുക്കും, 10 തന്നിട്ടുണ്ടല്ലോ, 10ന്റെ എടുത്തോളൂ. ഇല്ലെങ്കിൽ 5 നിങ്ങൾ മടക്കി മേടിക്കണം. ഇല്ലേ നിങ്ങളെ വാങ്ങിച്ച കച്ചവടം പൊളിഞ്ഞ് നിങ്ങൾക്ക് ഞങ്ങൾ 5 തിരിച്ചു തരാം, നിങ്ങൾ ഫ്ലാറ്റ് ഒഴിവാക്കി തരണം. അറാബി വെച്ചു, എനിക്ക് 5 തന്നാ മതി, എന്റെ ബാക്കി 5 തന്നേക്ക്. ഇത് മേടിച്ചിട്ട് ചോദിക്കുക, മൻ ഹാദ ശൈഖ്, ആരാണ് ഇയാൾ? ഇങ്ങനത്തെ കച്ചവടക്കാരനോ? എന്റെ പൈസ അങ്ങോട്ട് ഏറെ കിട്ടിയിട്ട് തിരിച്ചു തരാണ്. ഇത് നിങ്ങൾ ഈ തന്ന 10ന്റെ വില ഇല്ല, ഇതിന് 5 ഉള്ളൂ, ബാക്കി നിങ്ങളുടേതാണ്. നിങ്ങളുടെ ഹക്കിന് എടുക്കാൻ പാടില്ല. ജോലി ചെയ്യുന്നവരെ, വീടുകളിൽ പോയി പണികൾ, മരാമത്ത് പണികൾ ചെയ്തു കൊടുക്കുന്നവർ, ഇലക്ട്രിക്കിന്റെയും വയറിങ്ങിന്റെയും പ്ലംബിങ്ങിന്റെയും പണിയെടുക്കുന്ന ചെറുപ്പക്കാരെ, കൂലിപ്പണിയെടുക്കുന്നവരെ, തെങ്ങുകൾക്ക് അതിന്റെ തളം കയറുന്നവരെ, തെങ്ങ് കയറുന്നവരെ, ഓട്ടോറിക്ഷക്കാർ, വാഹനം ഓടിക്കുന്നവർ, നിങ്ങളുടെ ഹക്കല്ലാതെ നിങ്ങൾ ഏറെ ചോദിക്കല്ലേ, ആളുകളെ പറ്റിച്ചു വാങ്ങല്ലേ. അറാബിയായ മനുഷ്യൻ ചോദിച്ചു, മൻ ഹാദ ശൈഖ്, ആരാണ് ഇയാൾ? ആളുകൾ പറഞ്ഞു, ഇത് മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹിമഹുല്ലാഹ്. അറാബി പറഞ്ഞു, ഉറപ്പാണ്, ഉറപ്പാണ്, തീർച്ചയായും. വഹാദാ ഹുവല്ലദീ നുസ്തസ്ഖാ ബിഹി ഫിൽ ഔദിയ, ഞങ്ങളുടെ മലയോരങ്ങളിൽ താമസിക്കുന്ന ഞങ്ങൾ അറാബികൾക്ക് അല്ലാഹു മഴ തരാൻ കാരണം ഇതുപോലെയുള്ള മഹത്തുക്കളാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇത്തരക്കാർ നാട്ടിൽ ജീവിച്ചിരുന്നാൽ ഇവരെ കൊണ്ട് അല്ലാഹു റഹ്മത്ത് തരുമെന്ന് പറഞ്ഞു പോയ മഹാനായ മുഹമ്മദ് ബിനുൽ മുൻകദിർ റഹിമഹുല്ലാഹ്. മിനിങ്ങളെ, കച്ചവടക്കാര് ശ്രദ്ധിക്കണം. അതൊക്കെ ലാഭെടുക്കല്ലിൻ, ഹറാമായ കച്ചവടം ചെയ്യല്ലിൻ. ഹറാമായ കച്ചവടം ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ നാടുകളിൽ ഇന്ന് ആവശ്യമുള്ള ഒരു വിഷയം LIC, ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. മുഅ്മിനെ, ഒരു സംശയമില്ല, ഒരു ഫത്വ ആരോട് ചോദിക്കാനും പോകേണ്ട ആവശ്യമില്ല. അത് ഗ്യാരണ്ടിയാണ്. ലൈഫ് ഇൻഷുറൻസ് ഹറാമാണ്. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് നിങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചു, നിങ്ങളത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാലല്ലാതെ അത് ഹലാലല്ല. വാഹനത്തിന് ഇൻഷൂർ ഹറാമ് തന്നെയാണ്. പക്ഷേ അത് ഇൻഷൂർ ചെയ്തില്ലെങ്കിൽ, റോട്ടിൽ ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് റുഖ്സയുണ്ട്, ഇളവുണ്ട്. നിങ്ങൾ അടച്ച പൈസ തിരിച്ചു വാങ്ങിച്ചു, അത് നിങ്ങൾക്ക് ഹലാലാണ്. പോസ്റ്റിന്റെ കുറി ഉണ്ടാവും. പെണ്ണുങ്ങളെ, 20,000 അടച്ചു, ഇനി കിട്ടുമ്പോ 30,000 40,000 കിട്ടുക. പച്ച പലിശയുടെ പൈസയാണ്, അത് എടുക്കാൻ പാടില്ല. ലീസിന് കൊടുക്കുന്നുണ്ടല്ലോ, ലീസിന്റെ ഏർപ്പാട്. വാഹനം ഗൾഫുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, ഒരു മാസത്തേക്ക് വണ്ടി എടുക്കുന്നുണ്ട്, 1 ലക്ഷം റുപ്യ കൈ കൊടുത്തു, ഇവൻ 1 മാസം വാഹനം ഓടിച്ചു, വാഹനം തിരിച്ചു കൊടുത്തു, 1 ലക്ഷം ഇവന് തിരിച്ചു കിട്ടും ചെയ്തു. ഇപ്പൊ എത്രയും ചെലവാക്കിയത് പെട്രോൾ അടിച്ച് മാത്രം, വാഹനത്തിന് വാടകല്ല. എന്തേ, വാഹനം പണയം കൊടുത്തു, ആ പൈസ അത് മുതലാളി ഉപയോഗിച്ച് വാഹനം തിരിച്ചെടുത്തപ്പോ ആ പൈസ തിരിച്ചു തന്നു. അങ്ങനെ നടക്കുന്നില്ലേ? വീട് പണയത്തിന് വാങ്ങിച്ചു താമസിക്കാൻ വേണ്ടിയിട്ട്. വീടിന്റെ വാടക എത്രയാ? ഒരു കൊല്ലത്തേക്ക് 50,000 കൂടെ കൊടുത്തു വീടിന്റെ ഉടമസ്ഥന്. 1 കൊല്ലം താമസിച്ച് തിരിച്ചു പോരുമ്പോ ഉടമസ്ഥന് 50,000 കൊണ്ടുപോയിക്കോളി. ഏതെങ്കിലും ഒരു കടം കൊടുക്കൽ, ആ കടത്തിന്റെ പിന്നാലെ ഒരു ഉപകാരം അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ അത് പലിശയാണെന്ന് ഫുഖഹാ പറഞ്ഞിട്ടില്ലേ? പലിശയുടെ ഏർപ്പാടാണത്, പലിശയാണത്, പാടില്ല. കുല്ലു ഖർദിൻ ജലബ മൻഫഅതൻ ഫഹുവ റിബൻ, അത് പലിശയാണ്. ഏർപ്പാടൊക്കെ ഉണ്ടെങ്കിൽ നിർത്തിക്കോളിൻ. അഫല്ലാഹു അമ്മാ സലഫ്, കഴിഞ്ഞു പോയത് അല്ലാഹു നമുക്ക് പുറത്തു തരട്ടെ. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ചെയ്യല്ലേ.
ലൈഫ് ഇൻഷുറൻസ് വേണ്ട മുഅ്മിനേ, ഹറാമാണത്. എന്റെ ലൈഫ് ഇൻഷൂർ ചെയ്തത് അല്ലാഹുമ്മ ഇന്നി തവക്കൽതു അലൈക്, നിന്റെ പോളിസി ഞാൻ എടുത്തിട്ടുണ്ട് പടച്ചവനെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു ഇൻഷുറൻസുകാരനും നിങ്ങളുടെ ശരീരത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പറ്റുമോ? ഒരു ഇൻഷുറൻസുകാരന് നിങ്ങൾക്ക് സംരക്ഷണം വാഗ്ദത്തം ചെയ്യാൻ പറ്റുമോ? ഇവന്റെ കമ്പനിയും ഈ ഏജന്റിന്റെയും ശരീരമടക്കം ഏതൊരു രാജാതിരാജന്റെ കയ്യിലാണോ, ആ രാജാതിരാജനിൽ തവക്കുൽ ചെയ്യുന്ന മുസ്ലിമിന് പിന്നെ എന്തിന് വേണം ഇൻഷുറൻസ്? മുഅ്മിനേ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ, ഹറാമിന്റെ ബിസിനസ് ചെയ്യല്ലിൻ. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ഹറാമുകളിൽ ചെന്ന് ചാടാതെ അല്ലാഹു നമുക്ക് കാത്തുരക്ഷിക്കട്ടെ.